സത്യം പറഞ്ഞാൽ നല്ല ഓഡിയൻസ് ആണ് നമ്മുടെ ഈ കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്ത്. ഇത്രയും ഓഡിയൻസ് അല്ലാണ്ട് ഇത്രയും ശബ്ദമായ ഉള്ള എല്ലാവർക്കും നമസ്കാരം. പുറകിലിക്കട ഏട്ടന്മാരെ നമസ്കാരം. എന്തൊക്കെയാണ്, സുഖമാണോ? ഞാൻ ആദ്യമായിട്ടാണ് ചാലക്കുടിയിൽ വരുന്നത്. അതിൻ്റെ സന്തോഷം ഞാനിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ആദ്യമായിട്ടാണ് ചാലക്കുടിയിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച യുവജന സമിതിക്ക് ആദ്യം തന്നെ വലിയൊരു നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള കയ്യടികളാണ് ഇപ്പോൾ കേട്ടത്. എന്തായാലും ഞാൻ നമ്മുടെ ഒറിജിനൽ ഓർക്കസ്ട്ര ഞാൻ ഈ സീസണിൽ ഇവരോടൊപ്പം രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ഇതിനു മുമ്പും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി ഒറിജിനൽ ഓർക്കസ്ട്രയോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും അറിയാം, നമ്മളിന്ന് എന്താ പറയുക, നമ്മുടെ ഉത്സവത്തിൻ്റെ ദിവസമാണ്. ചാലക്കുടി നമുക്ക് എല്ലാവർക്കും പ്രശസ്തനായ ഒരു കലാകാരനുണ്ട്, നമ്മുടെ മണിച്ചേട്ടൻ. മണിച്ചേട്ടനെ ലോക മലയാളികൾക്ക് നൽകിയ നാടാണ് ചാലക്കുടി. അപ്പോൾ മണിച്ചേട്ടന് കൊടുത്ത സ്നേഹവും സപ്പോർട്ടും ഒരു എളിയ കലാകാരനായ എനിക്കും ചാലക്കുടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും വിലയേറിയ നിറഞ്ഞ കയ്യടികളും മനസ്സ് തുറന്നുള്ള കയ്യടികളാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കുറേ പാട്ടുകളൊക്കെ കേട്ടു. ഇനി നിങ്ങളുടെ സമയം ഞാൻ അങ്ങ് എടുക്കുകയാണ്. എന്തിനു വേണ്ടി? ചിരിക്കുന്നതിന് വേണ്ടി, ഓഡിയൻസിന് എല്ലാവർക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കൈഡിയാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ദിവസം ആരംഭിക്കുന്നത് പല പല രീതികളിലൂടെ. ചിലർ പത്രം വായിച്ചിട്ടായിരിക്കും, ചിലർ TV-യിൽ ന്യൂസ് കണ്ടിട്ടായിരിക്കും. പക്ഷേ വൈകുന്നേരമായാൽ നമ്മുടെ ചേച്ചിമാർ, ഈ ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചിമാരും അമ്മൂമ്മമാരും TV-യുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് സീരിയൽ കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? ഇവിടെ സീരിയൽ കാണുന്ന എത്ര ചേച്ചിമാരുണ്ട്? ഒന്ന് കൈവക്കാവോ? ആഹാ, 2 പേരുള്ളോ? ഇത്രയും ഫേമസ് ആയ സീരിയലുകൾ കാണുന്ന 2 പേരെ ഇവിടെ ഉള്ളൂ. നാണിക്കേണ്ട ആവശ്യമില്ല. സീരിയൽ കാണുന്ന ചേച്ചിമാരൊന്ന് കൈയടിച്ച്. എവിടേക്കോ കയ്യടികൾ കേൾക്കുന്നു. എന്തായാലും എല്ലാവരും സീരിയൽ കാണുന്നവരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ വൈകിട്ട് 6 മണി തൊട്ട് ഒരു 10:30 വരെ വേറൊരു ചാനൽ വെക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല. സൂര്യ, ഏഷ്യാനെറ്റ് സൂര്യ, സി കേരളം, അങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും സീരിയൽ കാണുന്നവരാണ്. ചേച്ചിമാർക്ക് അറിയാവുന്ന ഒരു സീരിയലാണ് കണ്ണനും രാധയും എന്ന സീരിയൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണനും രാധ എന്നൊരു സീരിയലുണ്ട്. നമ്മുടെ കൃഷ്ണനും രാധയും, കൃഷ്ണന്റെ ഒരു ഭക്തി സീരിയലാണ്. ഏഷ്യാനെറ്റിൽ നമുക്ക് കാണാവുന്ന ഒരു സീരിയലാണ്. അതിൽ കണ്ണന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക രീതിയിലാണ് കണ്ണൻ സംസാരിക്കുന്നത്. ആ സംസാരം ഞാനൊന്ന് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ ആ ഒരു ഫീലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ആ ബീജം ഒന്നിടാം. കൃഷ്ണന്റെ ആ ബീജം ഒന്നിടാം, പ്ലീസ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്മമാർ നമ്മുടെ കവിളിൽ പൊട്ട് തൊട്ട് കൊടുക്കാറുണ്ട്. അത് കണ്ണ് കിട്ടാതിരിക്കാനാണ്. ഇവിടെയുള്ള ചേച്ചിമാർ എന്നെ നോക്കി അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ 2 കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ കിട്ടുന്ന കലാകാരന് കിട്ടുന്ന വലിയ അംഗീകാരമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരമുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ കണ്ണനും രാധയിലെ കൃഷ്ണൻ സംസാരിക്കുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് അവതരിപ്പിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ലാലേട്ടൻ ഫാൻസാണ് ഇവിടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി തരണം കേട്ടോ. നിങ്ങൾ ലാലേട്ടൻ ഫാൻസാണോ? അതെ, ആണ്, അല്ല? അപ്പൊ ലാലേട്ടൻ നിങ്ങളുടെ കൂട്ടത്തിലെ ലാലേട്ടന്റെ ഏറ്റവും വലിയൊരു ആരാധന ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആരാ വരുന്നേ എന്റെ കൂടെ വേദിയിൽ നിൽക്കാൻ? ആര് വരും? ചേട്ടൻ നിൽക്കോ? സെറ്റ്, വന്നോളൂ. കുഴപ്പമില്ല, വളരെ നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മുടെ കണ്ണമ്പുഴയിലെ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കുക. പടക്കം പൊട്ടൊരു കൈഡി കൊടുക്ക്. ഓക്കെ, നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സുമേഷ്.
നമസ്കാരം, സുമേഷ് ചേട്ടനാണല്ലേ? ആ, ചാലക്കുടിയില് എന്ത് ചെയ്യുന്നു? ഹൗസ് പൊസിഷൻ. ആ, ഓക്കെ ഓക്കെ. അപ്പോ ചേട്ടൻ ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകനാണല്ലേ? ആ, ആളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും ലാലേട്ടന്റെ ആരാധകരാണ്. ലാലേട്ടന്റെ ടിവിയിലെ പരിപാടികളൊക്കെ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഈ ജീവിതം, അതെ, നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതത്തിനിടയിൽ ലാലേട്ടനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ലാലേട്ടന്റെ വലിയൊരു ആരാധകനാണ്. അപ്പൊ ചേട്ടൻ അല്പനേരം ഒന്ന് മാറി നിൽക്കുക. ചേട്ടന്റെ പേര് ഒന്നുകൂടെ സുമേഷ് ചേട്ടൻ അല്ലേ? അപ്പൊ സുമേഷ് ചേട്ടനെ ലാലേട്ടൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. അപ്പൊ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 5 co-presented by JB Luker USA. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട് കടന്നുപോയത് സംഭവബഹുലമായ കാര്യങ്ങളിലൂടെ ആയിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഒരുപാട് തമ്മിത്തല്ലുകളുണ്ടായി. ഏഷ്യാനെറ്റിലും എനിക്കും ഒരുപാട് റേറ്റിംഗ് ഉണ്ടായി. മാത്രമല്ല മത്സരങ്ങൾ കൊഴുക്കുകയാണ്. ആ മത്സരങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി കണ്ണമ്പുഴയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഒരു നാട്ടുകാരൻ, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് സുമേഷ് കണ്ണമ്പുഴ, സ്വാഗതം. മോനെ, എന്തൊക്കെയുണ്ട് മോനെ? സുഖമാണ് മോനെ? സുഖമാണ്. നമ്മളെ ഓഡിയൻസ് കാണാൻ നേരെ നിൽക്കുക. മുൻ ബിഗ് ബോസ് എന്ന ഷോ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണുന്ന ഒരു ഷോയാണ്. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഷോ? വീട്ടിലെ എല്ലാ അച്ഛൻ, അമ്മ, കുട്ടികളെല്ലാവരും കാണുന്ന ഒരു ഷോ അല്ലേ? ഓക്കെ മോന്, എന്തായാലും ബിഗ് ബോസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. വൈൽഡ് കാർഡ് എൻട്രി എന്താണ്? വൈൽഡ് കാർഡ് എൻട്രി കാശ് കിട്ടിയാ ഓക്കെ. അല്ല മോനെ, നമ്മൾ മത്സരിക്കാതെ കാശ് എങ്ങനെയാണ് കിട്ടുന്നത്? മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു 16 മത്സരാർത്ഥികളോടൊപ്പം മോൻ മത്സരിക്കാൻ പോകണം. മത്സരിച്ച് വിജയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ മോന്? അതുണ്ട്. അപ്പൊ ആ കോൺഫിഡൻസ് അവിടെ നിൽക്കുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്ത് മാറ്റമാണ് മോൻ ബിഗ് ബോസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അത് 10 ദിവസം നമ്മുടെ വ്യക്തി അറിയാൻ പറ്റും. അപ്പൊ പിന്നെ വലുകാരി നേടാൻ ചാൻസ് ഇല്ല. അല്ല, എന്താ മോനെ? കേട്ടില്ല മോനെ? മോനെ നമ്മൾ സംസാരിക്കാൻ ഒച്ചയ്ക്ക് സംസാരിക്കണ്ട മോനെ. ഞാനെങ്കിൽ പ്രായമായിട്ടുള്ളൊരു വ്യക്തിയല്ലേ, അപ്പൊ ഇച്ചിരി ഒച്ചയ്ക്ക് സംസാരിക്കണ്ടേ? മോൻ എന്താ പറഞ്ഞത്? 5 ദിവസം കഴിയുമ്പോ തന്നെ ബിഗ് ബോസ് തീരുമാനമാവും നമ്മുടെ മലയാളി സ്വഭാവം വെച്ചിട്ട്. അല്ല മോൻ ബിഗ് ബോസ് എന്ന ഷോ നിർത്താനാണോ ഈ പരിപാടിയിലേക്ക് വന്നത്? അല്ല, മോൻ പറയുകയാണ് 5 ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന പരിപാടി നിർത്തും എന്ന് പറയുന്നു. അതെങ്ങനെ പറയും? 100 ദിവസമുള്ളൊരു പരിപാടിയാണ് മോനെ. അതെങ്ങനെയാണ് മോനെ? മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വന്നിരിക്കുന്നു, മത്സരിക്കാൻ വന്നിരിക്കുന്നു, ബിഗ് ബോസ് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ. മോനെ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ഇതൊരു അഡ്വക്കേറ്റ്സുള്ള ഒരുപാട് അഡ്വക്കേറ്റ്സുള്ള ഒരു പ്രോഗ്രാമാണ്. നിന്നെ 24 മണിക്കൂറിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണമ്പുഴ നാട്ടുകാർ. കണ്ടില്ലേ? അവരുടെ കയ്യടികൾ കേട്ടില്ലേ? ഓക്കെ, മോനെ വിശക്കുന്നുണ്ടോ? എന്തായാലും മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നിന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്താക്കും. ഓക്കെ? അവിടെ ചെന്നാ പിന്നെ അരി വെക്കണം, ഭക്ഷണം ഞാൻ തുണി കളിക്കണം. അല്ല, വീട്ടിൽ ചെന്നാൽ ഇത് തന്നെയല്ലേ പണി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല മോനെ, അപ്പൊ മോൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നിരിക്കുന്നു, ഫൈനലിൽ എത്തിയിരിക്കുന്നു. മോനാണ് ഇത്തവണത്തെ വിജയ്. ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയായിരിക്കാണ്. സന്തോഷമായില്ലേ? സന്തോഷം. മോനെ വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. അപ്പൊ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന 50 ഗ്രാമിൽ പൊതിഞ്ഞ ഒരു മനോഹരമായ സമ്മാനമാണ്. മോൻ ഒരിക്കലും മോന് വിശക്കുന്നുണ്ടല്ലേ? അയ്യോ സോറി മോനെ, പല്ലിക്കൊണ്ട് മോനെ. കുഴപ്പമില്ല മോനെ, ഇല്ല മോനെ, കുഴപ്പമില്ല. അല്ല മോൻ കൈകൾ നീട്ടു മോനെ. അപ്പൊ മോൻ കണ്ണുകൾ അടയ്ക്കൂ. മോനെ വിശക്കുന്നുണ്ടെന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പറഞ്ഞതിന് ശേഷം അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്, മോൻ ഇതുവരെ മനസ്സിൽ ഒരിക്കലും കാണാത്ത, ആഗ്രഹിക്കാത്ത ഒരു ഗിഫ്റ്റാണ് മോനെ കിട്ടാൻ പോകുന്നത്. 50 ഗ്രാമിൽ പൊതിഞ്ഞ ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാമോ? 50 ഗ്രാമിൽ പൊതിഞ്ഞ സ്നിക്കേഴ്സ്. കാരണം നീ വിശക്കുമ്പോൾ നീ വേറെ ഏതോ ഒരുത്തനായി മാറുന്നു. എടുക്കടാ ഒരു സ്നിക്കേഴ്സ്. അപ്പൊ മോന് കിട്ടിയിരിക്കുന്നു സ്നിക്കേഴ്സ്. മോൻ കഴിക്കൂ, ആനന്ദിക്കൂ. എന്തായാലും ബിഗ് ബോസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. സുമേഷ്, താങ്ക് യു. സൈനിങ് ഓഫ്. താങ്ക് യു ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ലാലേട്ടന്റെ കൂടെ ചേട്ടാ സ്നിക്കേഴ്സ് കിട്ടി. എന്താണ് ചേട്ടന് പറയാനുള്ളത്? കുഞ്ഞുമോനെ അറിയാം. ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വിനോടിമാലി നമ്മുടെ വിനോടിമാലിയുടെ
മേരൂരിലാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സുമേഷ് ചേട്ടനെ ഈ വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി അല്ലേ? അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ണുമുടിയിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ലാലേട്ടനും സന്തോഷമായി അദ്ദേഹത്തിന്റെ ഒരു മത്സരത്തിന് നിങ്ങൾ കണ്ടു. എന്തായാലും ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ക്യാമറ ഓൺ ആക്കി നമ്മളെ വീഴ്ചയോണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ സ്റ്റേജ് ഷോ ഇപ്പോഴത്തെ കാലത്തെ സ്റ്റേജ് ഷോ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു പരിപാടി അവതരിപ്പിച്ചാൽ നാളെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അത് യൂട്യൂബിൽ കണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു താരമാണ് ചേട്ടാ. എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ കണ്ണട ചേട്ട അപ്പൂപ്പ നമ്മുടെ വിനായകൻ ചേട്ടൻ സോഷ്യൽ മീഡിയ കാരണം ഇപ്പൊ ഇത്ര വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകും. അല്ലാണ്ട് ചേച്ചി വിനായകൻ ചേട്ടനെ അറിയില്ലേ? ചേച്ചി നമ്മുടെ കമ്മട്ടിപ്പാടം സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഗംഗനെ ഓർമ്മയില്ല? ഗംഗ നമ്മുടെ നകുലന്റെ ഭാര്യയല്ല, അല്ല നകുലന്റെ ഭാര്യ ഗംഗയല്ല, നമ്മുടെ സ്വന്തം ഗംഗയുടെ അവസ്ഥയാണ് ഇപ്പൊ വിനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കുക? ഈ ഫ്രണ്ടിൽ തബല കൊട്ടണ ചേട്ടൻ വിശ്വസിക്കുക. ചേട്ടൻ അങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ചേട്ടാ പറ, വിനായകൻ ഇപ്പോഴത്തെ അവസ്ഥ ഗംഗയുടെ അവസ്ഥയായിട്ട് ഭയങ്കര സാമ്യമാണ്. അപ്പൊ വിനായകൻ ചേട്ടൻ ഈ വേദിയിൽ കടന്നു വരികയാണ്. അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ, സങ്കടത്തിലാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഈ വേദിയിൽ കടന്നു വരുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് കിട്ടുന്ന മാനസിക വിഷമങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ വിനായകൻ ചേട്ടൻ നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. കൃഷ്ണ അല്ല ചുമ്മാ വിളിച്ചാണ് ഞാൻ ചുമ്മാ വിളിച്ചാണ്. എന്നെ വിളിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ. പുറത്തിറങ്ങാൻ നടക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്നെ പൊന്നു ചേച്ചിക്ക് വല്ല കാര്യങ്ങൾ അറിയോ? എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ സത്യം പറഞ്ഞ ഈ ചേച്ചിനെ കാണുമ്പോൾ തന്നെ ഞാൻ പണ്ട് ഞാൻ ചാലക്കുടിയിൽ വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ചെന്നായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ചേച്ചി ഇച്ചിരി ചോറാഴ്ച എന്ന് പറഞ്ഞ് വിളിച്ചാണ്. അപ്പൊ ചേച്ചിയാണ് എൻ്റെ പൊന്നു മോനെ ഇവിടെ ചോറൊന്നുമില്ല. എന്നിട്ട് ചേച്ചിയുടെ കണ്ടിട്ടൊരു മൈൻഡ് പോലും ഇല്ലല്ലോ. എന്നെ പൊന്നു ചേച്ചിയുടെ സ്വന്തം വിനായകനാണെന്നൊന്ന് സംസാരിക്കണം. ചേച്ചിക്ക് അതൊരു മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കണം. ഇവരിവിടെ സുഹൃത്തുക്കൾ എന്തൊരു അവസ്ഥയാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുകയാണ്, ക്യാമറകൾ ഓണാക്കി വെച്ചിരിക്കുകയാണ് പല ആളുകളും. അതിൻ്റെ ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞ എന്നെ ഇപ്പൊ വൈറലാക്കുന്നത് ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പല രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞ എൻ്റെ പൊന്നു എൻ്റെ അപ്പൂപ്പ ഞാനല്ലേ പല ഡയലോഗുകൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കേശായ നമ്മളാ. എനിക്ക് ഒരു ഡയലോഗ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആകെ ഒരു ഡയലോഗ് പറഞ്ഞുള്ളൂ. നമ്മുടെ ചുരുളി സിനിമയിലെ ഡയലോഗ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തതല്ലേ. അത് ആൾക്കാർ ഇതേ ഫ്രണ്ടിൽ എടുക്കണം, ഈ ക്യാമറ എടുക്കണം ചേട്ടൻ ദിവനില്ലേ ഇതേ ഈ പന്നി എടാ ഷോമ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്നെ നീ എന്നെ ചാലക്കുടി ഫോളോ ചെയ്തിട്ട് നീ നടക്കല്ലടാ. നീ എന്തായാലും ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ പൊന്നു വെച്ച് അങ്ങനെ എടുത്തുകൊണ്ട് വൈറലായി. നമ്മള് അങ്ങനെ വൈറലായി. നമുക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ കൈയടിക്കാനൊക്കെ അറിയാലേ. എന്നെ പൊന്നു വെച്ച് ജോർജ് ഇവിടെ ഉണ്ട്. ജോർജ് നമ്മുടെ സ്വന്തം ജോജോ, നമ്മുടെ തങ്കനായിട്ട് ചേട്ടൻ അടുത്ത സീസണിൽ ഞാനാണ് അഭിനയം. എന്നെ പൊന്നു ചേട്ടാ എങ്ങോട്ടാ നടന്നു പോണേ? എന്നെ പൊന്നു ചേട്ടോ എങ്ങോട്ടാ നടന്നു? ചേട്ടന് മൈൻഡില്ല. അപ്പൊ ജോർജിന്റെ ഈ വേദിയിലൊക്കെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാലക്കുടിയിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആറടവക്കാരാണ്. ഏതായാലും നമ്മുടെ വിനായകൻ പറഞ്ഞ പോലെ അതിലൊരു വസ്തുതയില്ല. തങ്കനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? നിനക്കെന്നെ അറിയോ? നീ എന്നെ കണ്ടണ്ടാ? നീ അവിടെ കണ്ടിട്ടുണ്ടാവും. നീ അവിടെ കണ്ടോണ്ടിരുന്നാ മതി. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഈ ചുരുളി സിനിമയ്ക്ക് എനിക്ക് തന്ന ലിജോ ജോസ് പള്ളിശ്ശേരിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഷൈൻ ഡോൺ ചാക്കോ ഇവിടെ ഉണ്ട്. ഷൈൻ ഡോൺ ചാക്കോട് ചോദിക്കാൻ നമുക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്കാരം. എൻ്റെ പൊന്ന് ചേച്ചിമാരെ കൈയടിച്ച ഒന്നും നമുക്ക് നഷ്ടമാവില്ല. ഞാനൊരു തൃശ്ശൂർക്കാരൻ്റെ അവസ്ഥയില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം.
സത്യം പറഞ്ഞ എന്റെ പൊന്നേട്ടാ, നീ കുറെ നേരമായിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇതുവരെ നീ എന്നോട് ഒരു ചായ കുടിച്ചോ ഷൈൻഡോ ചാക്കേന്ന് ചോദിച്ചോ? നീ ഒരു ചായ കുടിച്ചോ ഷൈൻഡോ ചാക്കേന്ന് നീ ചോദിച്ചോടാ? ചോദിച്ചില്ല. എന്താണെന്ന് നീ ചോദിക്കാതെ? ഇത്രയും എന്റെ പൊന്നു ചേച്ചിമാരെ, ഇത്ര നല്ലൊരു കലാകാരനായ എനിക്ക് ഒരു ചായ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ട അവസ്ഥയാണ് എന്റെ പൊന്നേട്ടന്മാരെ. ഞാൻ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്, പല വേദികളും എന്റെ പൊന്നാണ് വീട്. ആഹാ, നമ്മളിവിടെ കഷ്ടപ്പെട്ട് തൊണ്ടപ്പെട്ട് സംസാരിക്കുമ്പോ ആള് ആരോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കള്ളൻ എന്നാണ്. ആഹാ, ഒളിക്യാമറയാണല്ലേ? നമ്മൾ ഒളിക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇതാണ് വിരാഞ്ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കണ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എങ്ങനെ വീഡിയോ എടുത്തല്ല ഒരു നടന് എങ്ങനെയാണ് ഒരു പരിപാടി ചെയ്യാൻ പറ്റുക? ചേച്ചിമാരെ, ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംശയമേ വേണ്ട. എൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ്. ഞാനിങ്ങനെ പല രീതിയിൽ സംസാരിക്കും. ഷൈൻഡോ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മൊത്തം പച്ചപ്പായതുകൊണ്ട് ഷൈൻഡോ ചാക്കിനെ വിളിച്ചു കളയാന്ന് വിചാരിക്കണ്ട. ഞാൻ അടിച്ചിട്ടില്ല. നമ്മുടെ മറ്റൊരു തൃശ്ശൂർക്കാരൻ ഇവിടെയുണ്ട്. നമ്മുടെ ടി ജി രവി ഉണ്ട് ഇവിടെ. ടി ജി രവിനെ അറിയാവുന്നവരൊന്ന് കഴിച്ചേ. അയോഷി, മൈ സൺ, എന്റെ കൈവെള്ളയിൽ കിടത്തി ഞാൻ അവനെ വളർത്തിയതാണ്. അവനെ കാണാനില്ല, എനിക്കവനെ കണ്ടെത്തണം. മൈ അയോഷി, എവിടെയാടാ നീ? കാലങ്ങളായി ഞാൻ തേടി നടന്ന എന്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അയോഷി, മൈ സൺ, ഇത്രയും കാലം ഈ പപ്പയെ വിട്ട് നീ എവിടെയായിരുന്നു? എവിടെ? നീ കണ്ണമ്പുഴ അമ്പലത്തില്. കണ്ണമ്പുഴ എടാ, ഞാൻ തൃശ്ശൂര് റൗണ്ട് മൊത്തം കറങ്ങി നോക്കി, നിന്നെ കണ്ടില്ല. എന്റെ മോനെ അരോശി, നീ ഇത്ര പെട്ടെന്ന് മുത്തപ്പനായോ? എന്നെ സത്യം പറഞ്ഞാൽ നീ ടൈം ട്രാവൽ ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ചേട്ടന്റെ പേരെന്താ? രാമൻ. അപ്പൊ എനിക്ക് തെറ്റി, ഞാൻ അയോഷിയെ തേടി അലഞ്ഞു. എടാ, നിനക്ക് രണ്ട് കണ്ണു വന്നേക്കണം. എന്തിനാ? കാണാനല്ലേ? പിന്നെ എന്തിനാണ് നീ ഈ ക്യാമറയിലൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ അയോഷിയെ കണ്ടുപിടിച്ചു. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കൈയടികൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സ്വന്തം ടി ജെ രവി ചേട്ടനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിച്ച് കടന്നു പോയത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറ്റവും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാൻ. മോഹമൊക്കെ വല്ലാണ്ടായി പോകും. എന്തായാലും ടി ജി രവിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ടോ? ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. രാമൻ ചേട്ടന് നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോൾ നമ്മുടെ ടി ജി രവിയുടെ ചേട്ടൻ്റെ ശബ്ദവും നിങ്ങൾ കേട്ടു. ഇനി വാക്കുകൾ ഇങ്ങനെ അമർത്തി സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹത്തിൻ്റെ എസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എസ് എന്ന് പറയും, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യെസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ടാവും. കഴിഞ്ഞ ദിവസം കണ്ണമ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് അവിടെ അവതരിപ്പിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഒറിജിനൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും തുടർന്ന് മഹേഷ് കുഞ്ഞുവിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വികാരമില്ലാതെ ഈ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു വികാരവുമില്ല, ഒരു പുഞ്ചിരി പോലും നിങ്ങളെൻ്റെ മുഖത്തേക്ക്. പേടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ തല കുനിച്ച് നിൽക്കുകയാണ്. പേടിക്കുന്ന ഒരു കാര്യമില്ല. മാനസിക വിഷമങ്ങൾക്ക് ഗോപിനാഥ് മുതുകാടിനെ സമീപിക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല.
അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്തായാലും നല്ലൊരു കൈഡികൾ അദ്ദേഹത്തിന് കൊടുക്കാം. ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വന്തം നമ്മുടെ ബഹുമാന്യനായ ഒരു വ്യക്തി കൂടെ കടന്നു വരികയാണ്. അല്ല, അതെന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്? ചെറിയ രീതിയിലൊക്കെ നമ്മൾ കേട്ട് ജനങ്ങളുടെ കയ്യടികളല്ലേ ഈ കാണുന്നത്. നിങ്ങൾക്ക് കേൾവി ശക്തി നഷ്ടപ്പെട്ടതൊന്നുമില്ലല്ലോ. പ്രിയ കണ്ണമ്പുഴ നാട്ടുകാരെ, നമുക്കിന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമല്ലേ? ഇങ്ങനെ ഒരു മരണ വീടിൻ്റെ പ്രതിനിധിയുടെ ആവശ്യമില്ലേ? പണ്ട് കുട്ടി പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്. പണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എൻ്റെ അടുത്ത് ഫോൺ കോൾ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അമേരിക്കയിൽ പുതിയ ഗവേഷണത്തിന്റെ ഭാഗമായി ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെന്താണെന്നറിയോ? എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ രക്തയോട്ടം കൂടുകയും നമുക്ക് സൗന്ദര്യം കൂടുകയും ചെയ്യും. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും സുന്ദരനാവാൻ ആഗ്രഹമില്ല എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു മനുഷ്യ, ചെലവില്ലാത്തൊരു കാര്യമല്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കയ്യടി പോലും തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യായമാണ്? എന്തായാലും ഞങ്ങളൊരു പാട്ട് പാടുകയാണ്. അത് ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരവമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ബാബുരാജുണ്ട്, മാത്രമല്ല ഷൈൻ ജാക്കയുണ്ട്, വിനായകരുണ്ട്, അങ്ങനെയുള്ള പല താരങ്ങൾ ചേർന്ന് ഒരു പാട്ട് പാടുകയാണ്. മഹേഷ് സോങ് പ്ലേ. അത് ഞാൻ ശ്രമിക്കില്ല കേട്ടോ, കർശനമായ നടപടി എടുക്കും. പെട്ടെന്ന് ആ മഹേഷ് സോങ് എന്നുള്ള പാട്ടിടുകയാണെങ്കിൽ നമുക്ക് പാട്ട് പാടാം. ഇതെന്തൊരു അവസ്ഥയാണത്? ആ പാട്ടൊന്നും സുഹൃത്തെ, എല്ലാവരും നല്ലൊരു കൈയടിച്ചില്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുന്നു. കൈയടിക്ക് പാട്ട് നിർത്താനല്ലോ. എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ഇവിടെ വന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ എൻ്റെ മിമിക്രി ലൈഫിൽ എനിക്കൊരു അഡ്രസ്സ് തന്ന ഒരു താരമാണ് പിണറായി വിജയൻ സാറ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ച പിന്നെയാണ് കൂടുതൽ വേദികളിൽ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയതും നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഒന്നും കൂടെ പറയട്ടെ, പിണറായി സാർ ഒരിക്കലും ഈ രീതിയിലൊന്നും നമ്മുടെ മുന്നിൽ സംസാരിക്കില്ല. അത് നമ്മളൊരു ഇതുപോലെ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു പാട്ടും കൂടെ കേട്ടാലോ? പാട്ടെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പാട്ടാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് സത്യം പറഞ്ഞാൽ അധിക കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് പല കവികളും രചയിതാക്കളൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടിന് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പാട്ടുകളിൽ അവതരിപ്പിക്കുന്നത് റാപ്പിലൂടെയാണ്. റാപ്പേഴ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്പർ ആരാ? ഫെജോയോ? ഒരേ സ്ഥലത്ത് പറയാമോ? അപ്പൊ നമുക്ക് ആ റാപ്പറുടെ, നിങ്ങൾ പറഞ്ഞ റാപ്പറുടെ ഒരു അടിച്ചു പൊളി പാട്ടും കൂടെ പാടാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കൈയടിക്കണം കേട്ടോ. കൂടെ കൈയടിക്കില്ലേ? അപ്പൊ ആ പാട്ടിടും. വേടൻ സോങ് പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഇമിറ്റേഷൻസ് തീർന്നിട്ടില്ല.
എല്ലാവർക്കും എൻ്റെ ഇൻവിറ്റേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നല്ല കൈയടികൾ തരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഒരു കിടിലൻ സ്പോട്ട് ഡബിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഗുഡ് ബൈ. മ്യൂസിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് അത് അല്പം വോളിയം കുറച്ചിടുക എല്ലാവർക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ സ്പോട്ട് ഡബിങ്ങിലേക്ക് എല്ലാവരും നല്ലൊരു കൈയടി തരാം. കൗണ്ട് ഡൗൺ ചെയ്തോളൂ. ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ. അപ്പോൾ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇച്ചിരി വോളിയം ഇട്ട് തരാമോ വീഡിയോയുടെ? ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റുപ്പദേവിയുടെ അവസാനത്തെ കൊലയും കഴിയുന്നു. നമുക്ക് എന്നയ്യാത്തുള്ളത് 4 പസങ്ങൾ കൊല ഉറപ്പെടുത്തിട്ടുള്ള കള്ളാലെടുത്ത് കൊണ്ടാളുക. എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നത് മാത്രമല്ല എനിക്ക് പറയണം, എല്ലാവർക്കും അതിനുള്ള ടൈം കൊടുക്കണം. ഒരു ടേക്ക് 2 ടേക്ക് ആകുമ്പോൾ കോൺഷ്യസ് ആവും. ഇപ്പം അതിൻ്റെ ഇപ്പോഴത്തെ ദിവസം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോഴൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവും. ചിച്ചടിക്ക് ഇനി ഔട്ട് ആവാനും പാടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതിൽ അടിക്കുമ്പോൾ 10 എണ്ണത്തിൽ 7 കൊള്ളും, 3 ഔട്ടും. ഞാൻ വെറുതെ നമ്പർ റിമോട്ട് ചെറിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് വാരി കയറിയ റൂമിൻ്റെ നല്ലൊരു ഫോട്ടോ ഉണ്ട്, അത് ചുമ്മാ വരച്ചു അന്നേന്നല്ലോ മുകേഷ് ഡാൻസ് വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാൽ പറ്റും, ഷട്ടി ഇടാമോ, ഇനി അതിൻ്റെ വ്യാപാരമോ? ഈ 15ാമത്തോട്ടോടൊന്നും എനിക്ക് ഇത്രയോട്ട് മനസ്സിലാക്കില്ല. അന്നം വെട്ടിയത് ആ വെട്ടിയത് അതന്നെ അന്നം വെട്ടിയതാ. ഞാൻ അടിച്ച പൂസായിരുന്നു. എടാ മോനെ, ലൈസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ലൈസൻസ് അമ്പാടെ എടുക്കും, അത് വാങ്ങിച്ചു. അമ്പാടെ നോക്കി ഓഫാണ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാസ്കര, എല്ലാവർക്കും വെച്ച് കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊച്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്, എല്ലാം ചിക്കറി പാ. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭേദമെല്ലാം ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. ഇതൊക്കെ 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. And I was such a wrong position. You know, such people think it very easy, but and I felt that was so fantastic. It's not a big of ability, but at times you are the wrong place at the wrong time. You catch it. 3 பேர்லேருந்து ஒருத்தரை எதிரே முடி பண்ண நினைச்சேன். ஆனா 3 பேரை சேர்த்த பச்சை மாதிரி ஒத்துக்காச்சு. விளையாட்டம் பார்த்து நினைப்பார், வெற்றியை பார்த்து நினைப்பார். பிரமாதமா விளையாடணும் அப்படி மட்டும் அப்படி நினைச்சோம். நம்ம பார்க்குற வேலை நம்ம கரெக்டாக பார்க்கணும், நமக்கா வேலை பார்க்குற அவனோட வேலை கரெக்டாக பார்க்கும். മനസ്സിലായോ? 30 வருஷத்துல முதல் தடவை ஒரு தனிக்குள்ள ஒத்து பார்க்குறா. ஒரு ஃபுல் ஃபோர்ஸ் அடிச்சாங்க தேடி கண்டுபிடிச்சிருந்தா. பட் நீங்க இருக்கக்கூடாது, நீங்க இருக்கிறது உனக்கு தான் ஆபத்து. இந்த சமயத்தில் நம்ம எல்லாரும் ஓடணும். மனுஷனுக்கு அப்போ தான் மனுஷன் தான் வருவான், மேலே இன்னொன்று வராது, மனுஷன் தான் வருவான். ரோலக்ஸ் அவன் பேரு டில்லி. சிங்கம் வேட்டையாடும் போது காடி செருப்பா இருக்கலாம், அப்ப அது பசியோடு இருக்கும் போது காடும் பட்னி கிடைக்கலாம். ரோலக்ஸ் அது என்னடா சொன்ன? என்ன பிடிச்சவனெல்லாம் கொல்ல போறான். പിടിച്ചവിടെ കോടി പേർക്കുണ്ടാ വെളിയില. ചേട്ടന്മാർക്കും സംശയം തോന്നുന്നു ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടാണോ ഡബ് ചെയ്തെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. സംശയം ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് കണ്ട താരത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ആദ്യം കണ്ട താരത്തിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ഇന്ദ്രൻ ചേട്ടൻ. ഇന്ദ്രൻ ചേട്ടൻ ഞാൻ ഇതിൽ പറഞ്ഞേക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് 5-ാം പാതിയുടെ ഡയലോഗാണ്. ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിക്കും. ഇനി വടി വരും എന്നയ്യാത്തുള്ളത് 4 പസങ്ങൾ കൊല ഉറപ്പെടുത്തി പിള്ളേരെ കള്ളാലെടുത്ത് കൊണ്ടാളുക.
ഭാസ്കര എല്ലാവർക്കും എന്താ കൊടുക്ക്, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്, എല്ലാം അടിച്ച് കയറി വാ. താങ്ക് യു സോ മച്ച്. ഇതിനിടയ്ക്ക് നമ്മൾ മെസ്സിയുടെ ശബ്ദം ഞാൻ അനുകരിച്ചിരുന്നു. അടിപൊളി. അപ്പൊ മെസ്സിയുടെ ശബ്ദം ഞാൻ അനുകരിച്ചു. മെസ്സിയുടെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് അനുകരിക്കുന്ന ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ പുറത്ത് ഇന്ത്യ വിട്ട് അറിയുന്ന ഒരു താരത്തിനെ അനുകരിക്കുന്നത് മെസ്സിനെയാണ് ചേച്ചി. അപ്പൊ മെസ്സിയുടെ ശബ്ദം അനുകരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സിയുടെ ശബ്ദം അനുകരിക്കാം. മെസ്സിയുടെ ശബ്ദം അനുകരിക്കാമോ? റെഡിയാണോ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ഇന്ന് മെസ്സിയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പൊ കടന്നു വരൂ. എന്നെ വിളിച്ച് രണ്ടുപേരുണ്ട്, ഒരാൾ മതി. അപ്പൊ നമ്മൾ മെസ്സിയുടെ ശബ്ദം അനുകരിക്കാൻ പോകണം. റെഡി അല്ലേ? ഓക്കെ റെഡിയാണ്. അതെ ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ പഞ്ചാബ് ഹൗസ് എന്ന സിനിമയില് നമ്മുടെ ദിലീപ് ഏട്ടൻ ഊമയാണ്. അതില് അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതുപോലെ അത് നമ്മൾ ഒരു സാധനമായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മള് നമ്മുടെ ശബ്ദം എങ്ങനെയാണ്? ഇത് വെക്കുക. എന്നിട്ട് ഈ ശബ്ദം ഒരു മിനിറ്റ് ബ്രോ ഇന്ന് മെസ്സിയുടെ ശബ്ദം അനുകരിച്ചിട്ട് പോയാൽ മതി. മെസ്സിയുടെ ശബ്ദം അനുകരിച്ചിട്ട് നല്ലൊരു കഴിവ് കൊടുത്തേ. മോന്റെ പേരല്ല? ഹരിത്ത്. അപ്പൊ ഹരിത്ത് മെസ്സിയുടെ ശബ്ദം അനുകരിക്കുക. അപ്പൊ ഞാൻ 2 ഓപ്ഷൻ തന്നു. ഒന്ന് നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപ്, പിന്നെ നമ്മുടെ അണ്ണൻ തമ്മിലെ മമ്മൂട്ടി. ഈ 2 പേരും ഊമയാണ്. ഈ 2 പേരുടെ ഊമയുടെ ശബ്ദം വെച്ചാണ് ഞാൻ മെസ്സിയുടെ ശബ്ദം അനുകരിച്ചത്. അതിനുവേണ്ടി നമ്മൾ യമഹ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കുക, ആക്സിലേറ്റർ പിടിക്കുക. ഒന്ന് ആക്സിലേറ്റർ ഒന്ന് കേൾക്കാം. അല്ല ഒന്ന് കാണിച്ചാൽ ഇങ്ങനെ പറഞ്ഞേ. വിനായകന്റെ ശബ്ദം. അപ്പൊ വിനായകന്റെ ശബ്ദം ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് വിനായകന്റെ ശബ്ദം തന്നെ ഇരിക്കാം. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ അനുസരിച്ച് ഒന്ന് സ്പേസ് തരാമോ? അദ്ദേഹത്തിന് അനുകരിക്കാനുള്ള സ്പേസ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഹരിത്ത് അല്ലേ? ഹരിത്ത് മെസ്സിനെ അനുകരിക്കാൻ എങ്ങനെയാണ്? നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുക. ഇത് അർജന്റീനയിൽ കാണുന്ന മെസ്സിയല്ല, ഇത് വേറെ നമ്മുടെ ചാലക്കുടി ഭാഗത്ത് കാണുന്ന ഒരു മെസ്സിയാണ്. അപ്പൊ നല്ലൊരു കൈ കൊടുത്തേ. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിന് മാർക്ക് ഇടുന്നത് മറ്റാരുമല്ല, ജാഫ്രിഡിക്കാട്ടോ മാർക്ക് ഇടുന്നത്. ജാഫ്രിഡിയുടെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജാഫ്രിഡിയുടെ ശബ്ദം പറയുന്നത് ഭയങ്കര സ്ക്രാച്ചാണ് കേട്ടാ. ചേട്ടന്റെ മുഖം കിടന്ന് കുലുങ്ങുന്നു. ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. നമ്മുടെ ജാഫ്രിഡിയുടെ ശബ്ദം എങ്ങനെയാണ്? നമ്മുടെ ചേട്ടൻ സിനിമ കാണുമ്പോ ആദ്യം പണ്ട് കാലത്തൊക്കെ സിനിമ കാണുമ്പോ അല്ല മോള് കാണുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചു കയറ്റാൻ രൂപപ്പെടുത്തിയത്, എന്നാൽ ചേട്ടൻ പുക വലിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്നു അല്ലേ? ആ പരസ്യമാണ് കാണാറുള്ളത്. ഈ പരസ്യം നമ്മുടെ ചേച്ചിന്റെ ചേച്ചി നാണമാകുന്നു, ചേച്ചിക്ക് നാണമാകുന്നു. അപ്പൊ ചേച്ചി നമ്മുടെ ഈ പരസ്യം നമ്മുടെ ജാഫ്രിഡിക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കിയാലോ? എന്താ ഒരു എനർജി ഇല്ലാത്ത ചേച്ചി പറ ചേച്ചി പുറകിലിരിക്കണ ചേച്ചി. അപ്പൊ ജാഫ്രിഡിയുടെ ശബ്ദത്തിലേക്ക് പുകയിലെ പരസ്യം ജാഫ്രിഡിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇങ്ങനെ ശ്വാസോച്ഛ ഫോൺ ചെയ്യാനുള്ള മക്കളെ. നീ എന്നത് കുറെ നേരം നീ എന്നെ പറഞ്ഞു നോക്കണം. ഇത്ര നേരമായിട്ട് ഈ പരിപാടി നിന്റെ ഒരു കൈയ്യടി കൊണ്ട് നീ വന്നില്ലോ. നീ എന്നത് ശ്വാസോച്ഛ ഫോൺ ജോലിയാണ്, വായു വലിച്ചേറ്റാൻ വേണ്ടി രൂപപ്പെടുത്തിയ. നീ എന്നെ പുറകെ ഞാൻ പരിപാടി ഇവിടെ ഒരു പോലീസും വരികയില്ല. അങ്ങനെ ഒരു പോലീസ് വന്നിട്ട് നേരാവുന്ന പോവുകയല്ല. ഇച്ചിരി വിഷമിക്കും. ഇവിടെ ചാലക്കുടിയാളാ നമ്മുടെ പണികളാ ചാലക്കുടി. അപ്പൊ നമ്മളെന്നത് പരിപാടി നമ്മൾ ചാലക്കുടിയിൽ ഒരു പാചകം ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചേട്ടന്റെ പേരെന്താണ്? സനു. നമ്മുടെ സനു ചേട്ടനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നല്ല അടിപൊളി മസാലയൊക്കെ ചേർന്നുണ്ട്. ഇതെന്നാ ഒന്നുമില്ലല്ലോ, തീർന്നു പോയോ? അപ്പൊ നമ്മുടെ ചേട്ടൻ നമുക്ക് വേണ്ടി വിനായകൻ ചേട്ടന്റെ സൗണ്ട് എടുക്കാൻ പോവാണ്. നമ്മുടെ സ്വന്തം നമ്മുടെ ചേട്ടൻ വിനായകന്റെ സൗണ്ട് എടുക്കാൻ പോലെ മച്ചാമാരെ എല്ലാവരും നല്ലൊരു കൈയടിക്കും. മച്ചാമാരെ വിനായകൻ ചേട്ടന്റെ ശബ്ദം ഈ പരിപാടിയൊക്കെ നമുക്ക് നിർത്താം. മകേഷന്റെ ശബ്ദം അടിപൊളിയാണ്.
എന്റെ മകേഷ് കൊല്ലണ ഈ സുശീലടുത്ത് എന്താണ് നിനക്ക് വേണ്ടിട്ടുള്ളത്? കൊല്ലണ. അയ്യോ മകേഷ് പുലിയാണ്. അയ്യോ എന്നാ അത് ഒരു വീട്ടുകാക രണ്ട് വീട്ടുകാക മകേഷ് പുലിയാണ്. ഇത്രയും വലിയൊരു അംഗീകാരം എനിക്ക് ചേട്ടന് നല്ലൊരു കൈഡി കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വേദിയിൽ കടന്നു വരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അവസരം ചേട്ടന് ഞാൻ കൊടുത്തു. ചേട്ടന് എന്തായാലും ഹാപ്പി ആയെന്ന് വിചാരിക്കും. ചേട്ടന്റെ മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മളെല്ലാവരും പറയും കൃഷ്ണ ഒരു പണിപാളി പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പഠിക്കുന്ന ശബ്ദം അനുകരിച്ചില്ലേ? ഇനി ഞാനൊരു ചെറിയൊരു ശ്രമം അവതരിക്കും. നമ്മുടെ പണി എന്ന സിനിമയില് പണി എന്ന സിനിമയില് വില്ലന്റെ പേരെന്തായിരുന്നു? സാഗറിന് ഒരു ഷൈൻ ടോം ചാക്കയുടെ ഒരു ചൊവ്വയുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണോ? ഇത് ചിലപ്പോ പാളിപ്പോവാം, ചിലപ്പോ വിജയിക്കാം. പാളിപ്പോയാലും വിജയിച്ചാലും ചാലക്കുടിക്കാരെ എന്നെ എനിക്ക് നല്ല കൈയടി വരുമെന്ന് എനിക്കറിയാം, അല്ലേ? അപ്പൊ നമ്മുടെ മണിച്ചേട്ടന്റെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കുകയാണ് നമ്മുടെ സ്വന്തം സാഗറിന്റെ ശബ്ദം പണി എന്ന സിനിമയില്. ഇതെന്തുട്ട സെറ്റപ്പ്, റോപ്പ് കയറ്. നീ ആരാടാ എന്റെ അപ്പനത്തല്ല. നീ ആരാ ഡോണ? ഞാനാടാ ഡോൺ സെബാസ്റ്റ്യൻ. താങ്ക് യു. ചുമ്മാ ചെറുതായിട്ട് ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് അവതരിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പോട്ട് ഡബിങ്ങൾ ഇഷ്ടപ്പെട്ടു, എൻ്റെ അനുകരണങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച് പറയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് വേദികളിലേക്ക് വരാൻ കഴിഞ്ഞത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടന് ഒരു അഭിപ്രായം പറയാനുണ്ട്? മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി നമ്മുടെ ഒറിജിനൽ ഓർക്കസ്ട്ര റെഡിയാണ്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അപ്പോ ചാലക്കുടിക്കാരെ താങ്ക് യു സോ മച്ച്. മഹേഷ് കുഞ്ഞുമാൻ സൈനിങ് ഓഫ്. താങ്ക് യു. നിങ്ങൾ എല്ലാവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഒപ്പം നമ്മുടെ യുവജന സമിതിക്കും എന്നെ ഈ പരിപാടിക്ക് വിളിച്ചത് നല്ലൊരു കാര്യം ഓർത്ത് എന്നെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ യുവജന സമിതിയാണ്, നമ്മുടെ കണ്ണംകുളം. ഓക്കെ, അവർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കുക. ശരി ചേച്ചി. ഓക്കെ ചേച്ചി, നമുക്ക് ഇനി ചാലക്കുടി വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.